നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. എനിക്ക് തോന്നുന്നു നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നെല്ലിക്കയുടെ കയ്പ്പ് ആസ്വദിക്കണം. നെല്ലിക്കയുടെ കയ്പ്പ് അനുഭവിക്കാത്ത ആർക്കും നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു കയ്പ്പ് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു നെല്ലിക്കയുടെ മധുരം എത്രമാത്രമുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കഴിഞ്ഞു വരുന്ന സന്തോഷത്തിൻ്റെ വലിയ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മറിയം എന്ന വാക്കിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് കയ്പ്പ് എന്നാണ്. പരിശുദ്ധമ്മ ഇത്രയും ഭാഗ്യപ്പെട്ടവളായിട്ട്, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ ഒരുപാട് കയ്പേറിയ സഹനങ്ങളോടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കയ്പേറിയതും സഹനങ്ങളും വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അതിനുശേഷമുള്ള മാധുര്യം ആസ്വദിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന നെല്ലിക്കയുടെ കയ്പ് പോലെയാണെന്ന് തിരിച്ചറിയാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.